ഒരു സിമ്പിളായിട്ടുള്ള ലൈനിങ് ചുരിദാർ എങ്ങനെ നമുക്ക് നല്ല പ്രൊഫഷണലായിട്ട് നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിൽ പോലും, നിങ്ങൾ വീട്ടിൽ ഇരുന്ന് തയ്ക്കുന്ന ആളാണെങ്കിൽ പോലും നല്ല സുന്ദരമായിട്ട് നിങ്ങൾക്ക് നല്ല ഫിനിഷിങ്ങിൽ തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ വീഡിയോയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ തീരെ ചെറിയ പോയിൻറ്റ്സും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം ചെറിയ പോയിൻ്റാണെന്ന് തോന്നുമെങ്കിലും ഇതെല്ലാം ഭയങ്കര ഇമ്പാക്റ്റുള്ള പോയിൻറ്റുകളാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ട് നോക്കി പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ ഫിനിഷിങ് നമുക്ക് കൂടുതൽ കിട്ടാനായിട്ട് ഡയറക്റ്റായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുമുണ്ട്. അതല്ലാതെ ഇൻഡയറക്റ്റായിട്ട് ഇതിൽ ഇൻവോൾവ് ആവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതുമല്ല ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അതിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആവുന്ന കാര്യങ്ങൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ആദ്യം തന്നെ നമുക്കൊരു നല്ലൊരു ടേബിൾ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ നിലത്തിരുന്ന് കട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിലത്തിരുന്ന് കട്ട് ചെയ്യരുത് എന്ന് തന്നെ ഞാൻ പറയും. കാരണം അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നല്ലപോലെ അറിയാം എനിക്ക്. നടുവിന് വേദനയൊക്കെ വരും. അത് മാത്രമല്ല, നമ്മുടെ ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഈ തുണീനെ ഒന്ന് വൃത്തിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരും. ഇനി നമ്മൾ ടേബിളിലാണ് ഇടുന്നെങ്കിലും നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട്, ഈ ഗ്ലാസ് പോലത്തെ ടേബിളൊക്കെ വരുമല്ലോ, അതിൽ നമ്മൾ തുണി വെക്കുമ്പോഴത്തേനും തെന്നി പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഒരു ഫ്രിക്ഷൻ വരുന്ന പോലെ തെന്നി പോകാതിരിക്കാനായിട്ട് ഒരു ഷീറ്റ് അതിൻ്റെ മുകളിൽ വിരിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം നമ്മൾ കട്ടിങ് ടേബിളിൽ വിരിക്കുന്ന തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില തുണിക്കടകളിലൊക്കെ അതുണ്ട്. ഇപ്പം നമ്മൾ തുണി ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒന്ന് സ്കെയിലൊക്കെ വെച്ച് പിടിക്കുന്ന സമയത്തൊക്കെ ഇത് തെന്നി പോകാതിരിക്കാനായിട്ട് ഇത് നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ നോക്കാം. ഇതിൽ ആദ്യത്തേത് ക്ലോത്തിനെ പ്രീ വാഷ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കോട്ടൺ പോലുള്ള തുണികളാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പ്രീ വാഷ് ചെയ്തിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോട്ടൺ പോലുള്ള തുണികൾ നമുക്കറിയാമല്ലോ നനച്ച് കഴിയുമ്പോൾ ചുരുങ്ങും എന്നുള്ളത്. അപ്പോൾ കസ്റ്റമർ അത് വൺസ് ഇട്ട് കഴിഞ്ഞ് അവർ നനച്ച് കഴിഞ്ഞ് വീണ്ടും ഇടുമ്പോഴേക്കും അത് ചിലപ്പോൾ വീണ്ടും അളവിൽ നിന്നും ചെറുതായേക്കാം. അപ്പോൾ നമ്മൾ പ്രീ വാഷ് ചെയ്തിട്ടാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു പ്രശ്നം ഒരു പരിധി വരെ നമുക്ക് കുറഞ്ഞിരിക്കും. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പെന്ന് പറയുന്നത്, ഉറപ്പായിട്ട് നമ്മൾ അയൺ ചെയ്തിരിക്കണം. തയ്ച്ച് കഴിഞ്ഞിട്ടല്ല, തയ്ക്കുന്നതിന് മുന്നേ തുണിയുടെ അവസ്ഥയിൽ തന്നെ നമ്മളത് അയൺ ചെയ്തിരിക്കണം. കാരണം ഇതിൻ്റെ ഇടയിലെല്ലാം ചെറിയ ഫോൾഡുകൾ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, നമുക്കൊന്ന് നീറ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നീറ്റ്നെസ്സിൽ ക്ലോത്ത് ഇരിക്കുവാണെങ്കിൽ തന്നെ നമുക്കത് സുന്ദരമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നിങ്ങൾ തന്നെ ഒരു കാര്യം ചെയ്ത് നോക്കൂ. ഒരു ലൈനിങ് തുണി തേക്കാതെ ഒരു ലൈനിങ് തുണി തേച്ചും വെച്ച് നോക്കൂ. ഇതിലേതിലാണ് നിങ്ങൾക്ക് ഒന്ന് മനസ്സിരുത്തി വർക്ക് ചെയ്യാൻ പറ്റുന്നത്? ഈ അയൺ ചെയ്തതിനകത്തായിരിക്കില്ലേ? കൃത്യമായിട്ട് അയൺ ചെയ്ത ഒരു ക്ലോത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളവ് ഏത് കൊടുത്താലും അതുപോലെ തന്നെ ഇരിക്കും. അതേസമയത്ത് തേക്കാത്ത ഒരു ഡ്രസ്സിൽ അവിടെ ഇവിടെയൊക്കെ മടക്കോ ചുളിവോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ അളവ് തന്നെ ചിലപ്പോൾ വ്യത്യാസപ്പെട്ടെന്നിരിക്കാം. അപ്പോൾ ഈ 2 കാര്യവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കാം. ഈ സമയത്ത് നമ്മുടെ മനസ്സിലൊരു ധാരണ ഉണ്ടായിരിക്കണം, നമ്മൾ എന്താണ് തയ്ക്കാൻ പോകുന്നത്, അതിന് എത്ര മീറ്റർ തുണി വേണം, അതെങ്ങനെ ഫോൾഡ് ചെയ്തിരിക്കണം എന്നത് കൂടെ തന്നെ, ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ ആ മെഷർമെൻറ്റിനനുസരിച്ചുള്ള കാൽക്കുലേഷൻസും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അതാകുമ്പോഴത്തേനും നമുക്ക് തയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ലോത്തിൽ വരയ്ക്കുന്ന സമയത്ത് ഒരുപാട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കും. അപ്പം ഒന്ന് മാർക്ക് ചെയ്ത് വീണ്ടും അത് വെട്ടി മാറ്റി അടുത്ത മാർക്ക് ചെയ്ത് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. അപ്പോൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഡസ്റ്റ് കുറവുള്ള ടൈപ്പ് ചോക്ക് യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ വാക്സ് ചോക്ക് യൂസ് ചെയ്യാം. പിന്നെ ഹീറ്റ് എറേസബിൾ പെന്നുണ്ട്, അത് ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് കാണുമ്പം വൃത്തികേടില്ല എന്ന് തോന്നുന്ന ഏതൊരു സംഗതിയും നമുക്ക് യൂസ് ചെയ്യാം. ഇനി നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യാതെ ഇതേപോലെ ഒരു നല്ലൊരു മെഷറിംഗ് ടേപ്പ്, സ്ട്രെയിറ്റ് സ്കെയില്, ഫ്രഞ്ച് കർവ് സ്കെയില്, നല്ലൊരു ചോക്ക്. ഇനി എൻ്റെ സജഷൻ ലിസ്റ്റിൽ ഒരു സ്കെയിലൂടെ ഉണ്ട്, ഇതായി കാണുന്ന ഹിപ്പ് കർവ് സ്കെയില്. ഇത് ഇത്രയും മതി. നിങ്ങളൊരു ബേസിക് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലൊരു സ്കെയിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ മാസ്റ്റർ സ്കെയിലിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോഴും ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ലോകത്തുള്ള എല്ലാ സ്കെയിലും ഒരു ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യമേ ഇല്ല. ഇത്രയും സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ മതി. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പെന്ന് പറയുന്നത്, നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻവാസ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ക്യാൻവാസ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു കത്രിക തന്നെ മാറ്റി വെച്ചേക്കുക. തുണി വെട്ടുന്ന കത്രിക ഇതിന് വേണ്ടിയിട്ട് എടുക്കരുത്, മൂർച്ച പോകും. ഇനി നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്യുന്ന കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കത്രിക തന്നെ ഉപയോഗിക്കുക, നല്ല മൂർച്ചയുള്ള കത്രിക ഉപയോഗിക്കുക. നമുക്കറിയാം ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും അറ്റാച്ച് ചെയ്തെടുക്കണമല്ലോ. നമുക്ക് 3 രീതിയിൽ ഇത് ചെയ്തെടുക്കാം. ഒന്നെന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും ചെയ്യുന്നത് കൂടുതലും പശ വെച്ച് മെയിൻ ക്ലോത്തിനെ ലൈനിങ് ക്ലോത്തിനെ ഒട്ടിച്ചെടുക്കും.
പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സെയിം ടു സെയിം ആയിട്ട് കട്ട് ചെയ്യുക. അതായത് ലൈനിങ് കട്ട് ചെയ്ത അതേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ അതേ മാർക്കിങ്ങിൽ കൂടെ തന്നെ മെയിൻ ക്ലോത്തും കട്ട് ചെയ്യുക. ലെങ്തിൽ മാത്രം ചെറിയ വേരിയേഷൻ കൊടുത്താൽ മതി. അതായത് ലൈനിങ് കുറച്ച് ഇറക്കം കുറച്ചിട്ട് കട്ട് ചെയ്യുക. ഇപ്പോൾ സെയിം ടു സെയിം ആയിട്ട് കട്ട് ചെയ്യുമ്പോഴത്തേനും ചില സമയത്ത് നമുക്കുണ്ടല്ലോ ഈ ലൈനിങ്ങിലെ നോച്ചും മെയിൻ ഫാബ്രിക്കിലെ നോച്ചുകളും തമ്മിൽ മാച്ച് ആകാതെ വരും. നോച്ച് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സെൻറ്റർ ഭാഗത്ത് നമ്മൾ നോച്ച് ഇട്ട് കൊടുക്കും, വേസ്റ്റിൻ്റെ അവിടെ ഹിപ്പിൻ്റെ അവിടെയൊക്കെ നമ്മൾ നോച്ച് ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ തയ്ച്ച് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ജോയിൻ ചെയ്ത് തയ്ച്ച് വരുമ്പോഴേക്കും ഈ നോച്ചൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നേ ചെറിയൊരു രീതിയിലാണെങ്കിലും കയറ്റം ഇറക്കം പോലെയൊക്കെ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പശ വെച്ചൊട്ടിക്കുന്ന പരിപാടി നല്ലതാണ്. പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ എക്സ്ട്രാ മെയിൻ ക്ലോത്തിനെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇതൊക്കെ തന്നെ നമ്മൾ ഈ തയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഫിനിഷിങ്ങിലെ ബാധിക്കുന്ന കാര്യമാണ്. ഇപ്പം മിസ്മാച്ച് ആയിട്ടാണ് ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഇതിനകത്ത് ഏറ്റക്കുറച്ചിൽ ഉറപ്പായിട്ടും വരും. അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാച്ചിങ് ത്രെഡ് കളർ ചൂസ് ചെയ്യുക. ഇവിടെ ഭായിമാർ ചിലപ്പോൾ പറയുന്ന കേൾക്കാം, അഥവാ അതുപോലെ കറക്റ്റായിട്ടുള്ള ത്രെഡ് കിട്ടിയില്ലെങ്കിൽ ആഷ് കളർ യൂസ് ചെയ്താൽ മതി എന്ന് പറയുന്ന കേൾക്കാം. എത്രത്തോളം അത് സക്സസ് ആണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇനി നമ്മൾ കുറേ സമയത്തേക്കിന് തയ്ക്കാൻ ഇരിക്കുവാണല്ലോ, അപ്പോൾ നല്ലൊരു ചെയറും കൂടെ നോക്കി വെച്ചേക്കാം. ബോബിനിലേക്ക് നമ്മൾ ത്രെഡ് വൈൻഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇൻഡസ്ട്രിയൽ മെഷീൻ ആണെങ്കിൽ നല്ല സ്പീഡ് ചവിട്ടി കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഫുൾ പമ്പിങ് നടക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നല്ലൊരു ലൈറ്റിങ്ങും കൂടെ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് സ്ട്രെയിനിങ് കൂടും. മെഷീനിലിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചെറിയ ഇതുപോലെ ത്രെഡ് കട്ടർ വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കട്ട് ചെയ്യാനായിട്ട് കത്രിക മെഷീനിൽ വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പക്ഷേ അടുത്ത് എവിടെയെങ്കിലും കത്രിക വെച്ചിരിക്കണം നമുക്ക് വലിയ വലിയ പീസുകൾ കട്ട് ചെയ്യാനായിട്ട്. ഒരു ഫുൾ ബോബിന് നമുക്കിതുപോലെ വൈൻഡ് ചെയ്തെടുക്കണേ. പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ നമ്മൾ ആ സ്ലിറ്റ് അവസാനിപ്പിക്കുന്നിടത്തായിരിക്കും നൂല് തീർന്നു പോകുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ത്രെഡിൻ്റെ ടെൻഷൻ കൃത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു റഫ് ക്ലോത്തിൽ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അഥവാ സ്റ്റിച്ച് പ്രോപ്പർ അല്ലെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് വേണം മെയിൻ ക്ലോത്തിലേക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് മെയിൻ ക്ലോത്തിൽ അടിക്കുകയാണെങ്കിൽ അത് വൃത്തികേടായി പോകും. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും തമ്മിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്തെടുക്കുക. ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ആണ് നിങ്ങളത് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി അത് ഫിക്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇൻ കേസ് അല്ലാത്ത പക്ഷം നമ്മളിതുപോലെ തയ്ച്ച് എടുക്കുക. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ക്യാൻവാസിൻ്റെ സെൻറ്ററിലും ബോഡി പീസിൻ്റെ സെൻറ്ററിലും ഓരോ നോച്ചസ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കൃത്യമായിട്ട് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ മെഷീൻ്റെ ത്രെഡ് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നിടത്ത് ഒരു 2-2.5 വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിധപ്പെട്ട കേഴ്സൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അത് മതി. ഇപ്പം ബേസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ത്രെഡ് കട്ടർ യൂസ് ചെയ്തിട്ട് ആ തയ്യലിൻ്റെ തൊട്ടരികെ വരെയുള്ള ഭാഗത്തെല്ലാം ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുക. അപ്പം ഇതേപോലെ തന്നെ ബാക്ക് നെക്ക് നമ്മൾ റെഡിയാക്കി എടുക്കണം. അപ്പം നിങ്ങൾക്ക് ബാക്കിൽ ക്യാൻവാസ് വെക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ബയാസ് വെച്ച് ഫിനിഷ് ചെയ്താലും മതിയേ. ഇനിയാണ് നമ്മുടെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പെന്ന് പറയുന്നത് പ്രസ്സിങ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല, ഞാൻ അവിടെ നോച്ചസ് ഇട്ട് കൊടുത്തതല്ലാതെ പതിച്ചടിച്ചിട്ടില്ല. അപ്പം ഞാനിവിടെ പതിച്ചടിക്കുന്നതിന് മുന്നേ നെക്കിൻ്റെ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യമേ അയൺ ചെയ്ത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് പതിച്ചടിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ഭംഗിയിൽ അത് അവിടെ ഇരുന്നോളും. നമ്മൾ പതിച്ചടിച്ച് കഴിഞ്ഞതിന് ശേഷം പ്രസ് ചെയ്യുന്നതും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളിവിടെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് ഞാനിവിടെ പതിച്ചടിക്കുന്നത്. കാണുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ പതിച്ചടിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഉള്ളിലേക്ക് പോകുന്ന ഈ ഫാബ്രിക് ഉണ്ടല്ലോ, ക്യാൻവാസ് ആയിക്കോട്ടെ നമ്മൾ വേറെ എന്ത് തന്നെയാണ്, ചിലപ്പം ചിലർ ഈ ഇച്ചിരി കട്ടിയുള്ള ക്ലോത്തൊക്കെ വെച്ചടിക്കും. എന്ത് തന്നെയാണെങ്കിലും നമ്മളിത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഉള്ളിലേക്ക് പോയിരിക്കുന്ന ആ തുണി നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഈ ചെറിയ ഗ്യാപ്പ് ഇങ്ങനെ പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പതിച്ചടിക്കുന്നത്. 2 നെക്കും ഫിനിഷ് ചെയ്ത് പതിച്ചടിച്ചതിന് ശേഷം നമ്മൾ രണ്ട് ഷോൾഡറിനെയും ജോയിൻ ചെയ്ത് കൊടുക്കുക. ഈ ഷോൾഡർ ജോയിനിങ് ചെയ്ത ശേഷം നമുക്ക് ഓവർലോക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓവർലോക്ക് ചെയ്യാം കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നത് ഇവിടെ സ്ലീവ് രണ്ടും അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ട് അവിടവും നമ്മൾ ഓവർലോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം ചിലർ കുത്തിക്കൊള്ളുന്ന തുണിയിൽ മാത്രമേ ഓവർലോക്ക് ചെയ്യത്തുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, ഒരുവിധപ്പെട്ട എല്ലാത്തിലും നമ്മൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ സ്ലീവിൻ്റെ അറ്റം തൊട്ട് സ്ലിറ്റ് വരേക്കും തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങോ ഒക്കെ ആക്യുറേറ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ആം ഹോളിൻ്റെ അവിടെ ഒരു പ്ലസ് സിമ്പിൾ, അതായത് കക്ഷക്കുഴിയിൽ വരുന്ന ക്ലോത്ത് രണ്ടും സെയിം ടു സെയിം ആയിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതേപോലെ അതൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് തയ്ക്കുക. പിന്നെ നമ്മളൊരു ട്രേസിങ് വീൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് 2 വശത്തായിട്ട് കിട്ടും. പിന്നെ സ്ലിറ്റ് ടോപ്പാണ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൃത്യം സ്ലിറ്റ് വരുന്നതിനേക്കാൾ ഒരു 3/4 ഇഞ്ച് മുകളിലേക്ക് കൊണ്ട് നിർത്തിയിട്ട് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് സ്ലിറ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ആ സ്ലിറ്റ് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമ്മളൊരു സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കും, സ്ലിറ്റ് ഇങ്ങനെ വിട്ട് കയറി പോവാതിരിക്കാനായിട്ട്. അതുകൂടെ ചെയ്ത് കൊടുത്താൽ നല്ലപോലെ ഇരുന്നോളൂ. സ്ലിറ്റ് ഇടുന്ന സമയത്തൊക്കെ പൊട്ടിപ്പോവാതാണ്ട് ഇരിക്കും. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന ടിപ്പൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളെ. എന്നാന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് ഒറ്റ സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഒരു സ്ലീവിൽ നിന്നും സ്ലിറ്റിൻ്റെ അവിടെ വരയ്ക്കും ഒറ്റ തയ്യലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ 1, 2, 3 വരെ കൊടുക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരൊറ്റ തയ്യൽ കൊടുത്തതിന് ശേഷം മൊത്തത്തിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ബേസിക് അയണിങ് അല്ലെങ്കിൽ പ്രസ്സിങ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ടക്ക് പോലും ഇട്ട് കൊടുക്കാവുള്ളൂ. അതായത് ഇതാണ് ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രസ്സിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ 1, 2, 3 സൈഡിലേക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്താലും ഒത്തിരി പ്രശ്നങ്ങൾ വരത്തില്ല. ഈ പ്രശ്നം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ സ്റ്റിച്ച് എവിടെ കൂടെ വരണം എന്നുള്ള രീതിയിൽ ഒരു ഫസ്റ്റ് മാർക്കിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഇപ്പുറത്ത് കൂടെ എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന സ്റ്റിച്ചസ് ഈ ഷേപ്പിനെ ഒന്ന് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു തന്ന ആ കാര്യമുണ്ടല്ലോ, ഞാൻ ക്ലിയർ ആയിട്ടൊരു വീഡിയോ പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും ചിലപ്പോൾ അത് അത്ര ക്ലിയർ ആയിക്കൊള്ളണമെന്നില്ല. ഒരു റെഡിമെയ്ഡൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അവർ മാക്സിമം തയ്യൽ തുമ്പൊക്കെ ആയിട്ട് കൊടുക്കുന്നത് ഒരു 1 ഇഞ്ച് ആയിരിക്കും മാക്സിമം. അപ്പോൾ അതിലാണെങ്കിൽ തന്നെ ഒരൊറ്റ സ്റ്റിച്ചായിരിക്കും ഉണ്ടായിരിക്കുക, അഡീഷണലായിട്ട് സ്റ്റിച്ചസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ, അതെങ്ങനെയാണോ തയ്ച്ചിരിക്കുന്ന ആ ഷേപ്പിൽ തന്നെ നമുക്കത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഫൈനലായിട്ടുള്ളൊരു ലുക്കെന്ന് പറയുന്നത് എപ്പോഴും പ്രസ്സിങ്ങിലാണുള്ളത്. നമ്മൾ എത്ര തന്നെ നന്നായിട്ട് തയ്ച്ചെന്ന് പറഞ്ഞാലും നീറ്റായിട്ട് പ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഭംഗി ഉറപ്പായിട്ടും ക്ലോത്തിൽ കിട്ടത്തില്ല. അപ്പോൾ പ്രസ്സിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം. ഇപ്പോൾ സ്റ്റീം അയൺ തന്നെ വേണം എന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് അയൺ ബോക്സ് ആണോ ഉള്ളത് അത് വെച്ച് യൂസ് ചെയ്യാം. പക്ഷേ സ്വല്പ സമയം മേ ബി എടുത്തേക്കും. കാരണം സ്റ്റീം അയൺ ബോക്സ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി വെയിറ്റുള്ള ബോക്സാണ്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബട്ടറിങ്ങൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റീം വരും. മറ്റേതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത്ര കണ്ടും വെയിറ്റ് ഉണ്ടാവണമെന്നില്ല. പിന്നെ സ്റ്റീം ആണെങ്കിലും പ്രോപ്പറായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആരുടെയും കയ്യിലിപ്പോൾ ഉണ്ടെങ്കിൽ സ്റ്റീം അയൺ തന്നെ യൂസ് ചെയ്യുക. അല്ലാത്ത വശം ഉണ്ടല്ലോ, കുറച്ച് ഇങ്ങനെ ബോട്ടിലിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് നമ്മുടെ സാധാരണ അയൺ ബോക്സ് വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുത്താലും മതി. പിന്നെ വരുന്നത് ഹെമ്മിങ് ആണല്ലോ. നെക്കിൻ്റെയൊക്കെ ക്യാൻവാസ് വെച്ചിരിക്കുന്ന ആ ഭാഗം ഹെമ്മ് ചെയ്ത് കൊടുക്കുന്ന പരിപാടി, അത് നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്യുക. മിഷീനിൽ അടിക്കാതെ കണ്ടെടുക്കുക, സിംഗിൾ ത്രെഡ് ഇട്ടിട്ട് ഹെമ്മ് ചെയ്യുക. ഹെമ്മിങ്ങും വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാവേ. ഇപ്പോൾ ഫിനിഷിങ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും പ്രത്യേക കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഞാൻ പണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓരോരോ പോയിൻറ്റ്സായിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒന്ന് ചെയ്തുകൂടെ കാണിച്ച് നോക്കാം എന്നുള്ള രീതിക്കാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലുള്ള കണ്ടൻറ്റ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടാറ്റാ.